ഹലോ, അപ്പോൾ എല്ലാവർക്കും AJ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ റൈസ് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. റൈസ് എന്ന് പറയുമ്പോൾ ബോയിൽ ചെയ്തിട്ടുള്ള റൈസ് ഇട്ടോ. അപ്പോൾ അതായത് ചോറ് വെച്ചിട്ടാണ് ഇന്നൊരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. ഫേസ് നല്ല ഗ്ലോ ആവാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫേസ് പാക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് റൈസ് തന്നെയാണ്. അതായത് നമ്മൾ ബോയിൽ ചെയ്തിട്ടുള്ള ചോറ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ പച്ചരി വെച്ചിട്ടും ചെയ്യാം. പക്ഷെ ഞാനിവിടെ നമ്മളെ വീട്ടില് നമ്മൾ സാധാരണ എടുക്കുന്ന ചോറില്ലേ, ആ ഒരു ചോറിന്റെ അരിയില്ലേ, ആ അരി വെച്ചിട്ടുള്ള തന്നെയാണ് ചെയ്യുന്നത്. അതായത് ചോറാണ്, കുറച്ച് ചോറ് ഞാൻ ഇവിടുന്ന് മാറ്റി എടുത്തു വെച്ചു ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ. അത്രയാണ്. അപ്പം ഇനിയിപ്പോൾ ചോറ് ഇല്ലാത്തവരുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ചോറ് ഇപ്പോൾ ഓൾറെഡി വീട്ടിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് അരി കഴുകി വെള്ളത്തിലിട്ടതിന് ശേഷം അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചോറ് ഞാനിവിടെ ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഈ ഒരു ചോറ് നമുക്കൊന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പം വേണമെന്ന് വെച്ചാൽ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ യൂസ് ചെയ്തിട്ട് അരിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കി എടുക്കണം കേട്ടോ. അപ്പം എൻ്റെത് ഇവിടെ നല്ല പേസ്റ്റ് പോലെ കിട്ടിയിട്ടില്ല. ഞാൻ കുറച്ച് നേരം അടിച്ചിട്ടുള്ളൂ. കുറച്ച് വെള്ളം കുറഞ്ഞു പോയി. അപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ വെള്ളമോ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. കാരണം പേസ്റ്റ് പോലെ അരച്ചെടുക്കാത്തതുകൊണ്ട് എനിക്കിത് അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നന്നായിട്ട് തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഇത് നമുക്കൊരു ബൗളിനകത്തേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ മിക്സിയിൽ ഈ ഒരു ചോറ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഈ ഒരു പേസ്റ്റിനകത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കുറച്ച് ഹണിയാണ് കേട്ടോ. അപ്പം ഹണി ഒരു ടീസ്പൂണൊക്കെ എടുക്കുക. നിങ്ങൾക്ക് എത്ര കൂടിയെന്ന് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. നിങ്ങളെ ഒരു ഏകദേശം അളവ് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കുറച്ചധികം ഉണ്ട്. ഞാനിത് 2-3 ദിവസമായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാറാണ്. ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പ്രത്യേകിച്ച് ഞാനിത് ഓഫീസിലൊക്കെ പോയി വന്നതിന് ശേഷം നൈറ്റാണ് ഇത് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ യൂസ് ചെയ്യുക. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുക. അത് ചോറ് നമുക്ക് എന്നും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അത് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഹണി എടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതിന് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫേസിലേക്ക് എന്ത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്നതാണ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരിക. ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഫേസിൽ സോപ്പ് ഒന്നും ഇട്ടിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഫേസ് നന്നായിട്ട് ഒന്നെങ്കിൽ ഫേസ് വാഷൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മളിത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതൊരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. ഇത് ഈ ഒരു ഫേസ് പാക്കിന്റെ ഒരു പ്രത്യേകത തന്നെ ഇത് നമുക്ക് കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ക്ലൻസിങ് പാഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ മുഖം നന്നായിട്ടൊന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം പിന്നെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി. അപ്പം പെട്ടെന്ന് പോയി കിട്ടും. ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിലുള്ള ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഫേസ് കൈകൊണ്ട് തൊടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്കൊരു ക്ലൻസിങ് പാഡ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഫേസിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഫേസ് നന്നായിട്ട് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. ഇത് ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ. ഒറ്റ ദിവസം യൂസ് ചെയ്തിട്ട് നിർത്തരുത്. കുറേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ഫേസ് നല്ല ഗ്ലോ ആയി നല്ല സോഫ്റ്റ് ആവാനൊക്കെ സഹായിക്കുന്നതാണ്. വെളുക്കുന്ന് ഞാൻ പറയുന്നില്ല, സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. നിങ്ങൾ ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതിന് പകരം ഈ ഒരു നാച്ചുറൽ ടിപ്സ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കിൻ കെയർ പ്രോഡക്ട്സ് വാങ്ങിയിട്ട് ക്യാഷ് കളയേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സംഭവം തന്നെ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവും, നല്ല സോഫ്റ്റ് ആവാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.